നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. അംഗം കുറിക്കാൻ കളമൊരുക്കി പാർട്ടികൾ തയ്യാറെടുക്കുന്നു. സീറ്റ് വിഭജനം ആദ്യം പൂർത്തിയാക്കിയ ഇടതുമുന്നണിയിൽ പക്ഷേ ഘടകകക്ഷികളെ കാഴ്ചക്കാരാക്കി സിപിഎമ്മും സിപിഐയും സീറ്റുകൾ പങ്കിട്ടെടുത്തു. അപ്പോഴും നാളെ നീളെ തീരുമാനമില്ലാതെ തുടരുകയാണ് യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി പട്ടിക. അനന്തപുരിയിൽ അംഗത്തിന് കുമ്മനം രാജശേഖരനെ കൊണ്ട് ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് ഇറക്കുകയാണ് ബിജെപി. തലസ്ഥാനത്ത് തീപാറുമോ ഇത്തവണ? ഒന്നാം നിര നേതാക്കളെ ഇറക്കി കളം പിടിക്കാൻ ഒരുങ്ങുകയാണോ രാഷ്ട്രീയ പാർട്ടികൾ? അംഗത്തിന് ആദ്യം ചിത്രം തെളിഞ്ഞു വരുമ്പോൾ ഒരു മുഴ മുന്നിൽ ആരാണ്? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. തെരഞ്ഞെടുപ്പിന് മുതിർന്ന നേതാക്കൾ എത്തിയാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗുണം ചെയ്യുമോ? പ്രധാന ചോദ്യം അതാണ്. പ്രൈം ഡിബേറ്റിൽ പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താം. ഫേസ്ബുക്കിലൂടെ, വാട്സ്ആപ്പിലൂടെ. പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നു ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ PM മനോജ് തിരുവനന്തപുരത്തുനിന്ന്, ഒപ്പം കോടസദാവ് ജ്യോതികുമാർ ചാമക്കാല, BJP നേതാവ് OM ശാലീന, രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ് തിരുവനന്തപുരത്തുനിന്ന് ചർച്ചയിൽ ചേരും. അതിഥികളിലേക്കും ചർച്ചയിലേക്കും വരാം. തെരഞ്ഞെടുപ്പ് അംഗത്തിന് ആദ്യ ചിത്രം തെളിഞ്ഞു വരുമ്പോൾ ഒരു മുഴ മുന്നിൽ ആരാണ്? പ്രൈം ഡിബേറ്റ് ചർച്ചയിലേക്ക് കടക്കുന്നു. ആദ്യം ശ്രീ PM മനോജ്, കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം തൊട്ട് തന്നെയാണ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒന്ന് തന്നെ, കുമ്മനം രാജശേഖരനെ കൊണ്ട് ഗവർണർ സ്ഥാനം ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയാക്കാൻ BJPയും RSSും തീരുമാനിക്കുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരുന്നു. നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ ഇടതുപക്ഷവും. ആദ്യം തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു ഇടതുമുന്നണി. തലസ്ഥാനം തൊട്ട് തുടങ്ങുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വിയർക്കാൻ സാധ്യത ആരായിരിക്കും ത്രികോണ മത്സരത്തിൽ? ഏറ്റവും കൂടുതൽ വിയർത്ത് വിജയിക്കണം എന്ന ആഗ്രഹമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്. കാരണം നേരത്തെ PK വാസുദേവൻ നായർ, KP സുരേന്ദ്രനാഥ്, ഇങ്ങനെ നിരവധി ആളുകൾ ജയിച്ച പാരമ്പര്യമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ ഇപ്പോൾ കൃത്യമായ പൊളിറ്റിക്കൽ മത്സരം വരാൻ പോകുന്നു. തിരുവനന്തപുരത്ത് ഏറ്റവും പരിചിതനായ, അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ഈ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന, കഴിഞ്ഞ തവണ UDFൻ്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം തിരിച്ചു പിടിച്ച C ദിവാകരനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഒരു മുഴം മുന്നിലല്ല, ബഹുഘാതം മുന്നിൽ LDF എത്തിയിരിക്കുന്നു. പിന്നെ ഇപ്പോൾ കുമ്മനം രാജശേഖരൻ്റെ വരവ് പറഞ്ഞു. യഥാർത്ഥത്തിൽ കുമ്മനം രാജശേഖരന് ഉണ്ടായൊരു ഗുണം, ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ഉണ്ടായ BJP സംഘപരിവാർ ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളിൽ BJPയുടെ ഒരു പറ്റം നേതാക്കൾ കേസുകളിൽ പ്രതികളാണ്. അങ്ങനെ ഒരു കേസിലും പ്രതിയാകാതെ രക്ഷപ്പെട്ടു എന്നതല്ലാതെ കുമ്മനം രാജശേഖരൻ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴിങ്ങോട്ട് വരുന്നു. അതിൽ പ്രത്യേകിച്ച് ഒരു വലിയ പ്രത്യേകതയൊന്നും കാണാനില്ല. കാരണം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. പോയി കുറച്ചു കാലം മിസോറാമിലൊരു സുഖവാസം കഴിഞ്ഞു, തിരിച്ചു വരുന്നു എന്നല്ലാതെ അതിലപ്പുറം കുമ്മനം രാജശേഖരൻ വന്നതുകൊണ്ട് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും എന്നൊന്നും ആർക്കും കരുതാനാവില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയായി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി ശ്രീ ശശി തരൂരാണ് മത്സരിക്കുന്നത് എന്നാണ് അവർ ഏതാണ്ട് തീരുമാനം വന്നില്ലെങ്കിലും അങ്ങനെയാണ് അവരുടെ ഒരു രീതി. അത് വെച്ച് ശശി തരൂർ കഴിഞ്ഞ 10 വർഷമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ MP ആണ്. അദ്ദേഹം തിരുവനന്തപുരത്തിന് എന്ത് ചെയ്തു? തിരുവനന്തപുരത്തിന് എന്തൊക്കെ വാഗ്ദാനം ചെയ്തു, അതെങ്ങനെയൊക്കെ കൊണ്ടുവന്നു, ഇതൊക്കെയുള്ള ചർച്ച ഇവിടെ നടക്കും. പിന്നെ 5 വർഷം മുമ്പുള്ള ശശി തരൂരാണോ ഇപ്പോഴത്തെ ശശി തരൂർ? യഥാർത്ഥത്തിൽ കഴിഞ്ഞ 5 വർഷം, ആദ്യത്തെ 5 വർഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നിറഞ്ഞു നിന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ശശി തരൂർ എവിടെയാണ്? തിരുവനന്തപുരത്ത് ആർക്കാണ് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത്? എന്ന് മാത്രമല്ല, ഇവിടുത്തെ പ്രശ്നങ്ങളിൽ എന്തൊക്കെയാണ് അദ്ദേഹം ഇടപെടുന്നത്? ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ പ്രശ്നം വരെ. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ്. ആരാണ് അതിന് ഉത്തരവാദി? ഇപ്പോൾ നടപ്പാക്കുന്നത് BJP ആണ്, അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദി കോൺഗ്രസ് അല്ലേ? ഇവിടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ തന്നെ കോവളത്ത് ITTCയുടെ ഒരു വലിയ ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ടത് ആരുടെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്? കോൺഗ്രസും BJP ഒരുപോലെ ചെയ്തതാണ്. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൻ്റെയും തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെയും കാര്യത്തിൽ കൃത്യമായി ജനവിരുദ്ധമായ നടപടികളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന 2 കൂട്ടരാണ് BJPയും കോൺഗ്രസും. അവരോടാണ് രാഷ്ട്രീയമായ ഒരു മത്സരം.
ശ്രീ പി എം മനോജ് അതാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് പോലെ പി എം മനോജ് ഉപയോഗിച്ച അതേ വാക്ക് തന്നെ രാഷ്ട്രീയമായ ഒരു മത്സരം, ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും നടക്കുക എന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നു. ശ്രീ പി എം മനോജ് അത് പറയുകയും ചെയ്യുന്നു. ഇടതുപക്ഷത്തെ മുതിർന്ന സ്വീകാര്യനായ നേതാവ് തന്നെയാണ് സി ദിവാകരൻ. പക്ഷേ ശബരിമല വിഷയം അടക്കമുള്ളവ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഘടകമാകുമെന്ന് കരുതിയായിരിക്കുമല്ലോ ബി ജെ പി കുമ്മനത്തെ ഗവർണർ സ്ഥാനം തന്നെ രാജിവെപ്പിച്ച് തിരിച്ചു വിളിച്ചിട്ടുണ്ടാകുക. അല്ല, മിസോറാമിലല്ലല്ലോ ശബരിമല. ശരിയാണ്, കുമ്മനം രാജശേഖരൻ നേരത്തെ നമുക്ക് ബി ജെ പി നേതാവായിട്ടൊന്നും കുമ്മനം രാജശേഖരൻ അറിയില്ല. അദ്ദേഹം കേരളത്തിൽ വിവിധ വർഗീയതയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വിവാദ നായകനായിട്ടാണ് നേരത്തെ കുമ്മനം രാജശേഖരൻ കേരളത്തിലുണ്ടായിരുന്നത്. അതിൽ നിലയ്ക്കൽ സമരമുണ്ട്, അതുപോലെ ആറന്മുള സമരമുണ്ട്, അതുപോലെ നിരവധി കാര്യങ്ങളുണ്ട്. അത് വർഗീയതയുമായി അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലാണ് കുമ്മനം രാജശേഖരൻ നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ പെട്ടെന്ന് ഒരു ദിവസം മിസ് കോൾ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത കുമ്മനം രാജശേഖരനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ബി ജെ പി നിയോഗിക്കുന്നു. അദ്ദേഹം വന്നു ഇന്ത്യ രാജ്യം ബി ജെ പി പിടിച്ചടക്കി എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ആ പിടിച്ചടക്കിയ സമയത്താണ് അമിത്ഷായുടെ കീഴിൽ കുമ്മനം രാജശേഖരൻ കേരളത്തിൽ ബി ജെ പിയുടെ അധ്യക്ഷനായത്. എന്താണ് കേരളത്തിൽ ബി ജെ പിക്ക് സംഭവിച്ചത്? കുമ്മനം ഏതെങ്കിലും മാന്ത്രിക വടി കയ്യിലുള്ള ആളാണെങ്കിൽ അമിത്ഷായുടെ നേതൃത്വം, അമിത്ഷാ നടന്നില്ലേ, ഈ തടിയും തൂക്കി കണ്ണൂരിൽ നിന്ന് നടന്നില്ലേ? എന്തായി ആ ജാഥയുടെ അവസ്ഥ? കേരളം പിടിച്ചടക്കും എന്ന് പറഞ്ഞിട്ടാണല്ലോ അമിത്ഷായെ കൊണ്ടുവന്നത്. അദ്ദേഹം രായ്ക്ക് സ്ഥലം വിട്ടു. കുമ്മനമോ? ഒടുവിൽ കുമ്മനം ഇപ്പോൾ പോയി. യഥാർത്ഥത്തിൽ ഇന്ന് LDF കൺവീനർ സഖാവ് വിജയരാഘവൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കുമ്മനം ഇപ്പോൾ രാജിവെച്ച് ഇങ്ങോട്ട് പോന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മോഡി രാജിവെക്കേണ്ടി വരും. അങ്ങനെ മോഡി രാജിവെക്കേണ്ടി വരുമ്പോൾ ബി ജെ പി നിയോഗിച്ച ഗവർണർമാർ ആകെ രാജിവെക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരു നാണക്കേട് കുമ്മനത്തിന് ഒഴിവാക്കാനായി എന്നത് വസ്തുത. അതിലപ്പുറം കുമ്മനം രാജശേഖരൻ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ശ്രീ പി എം മനോജ്, ഞാൻ ബി ജെ പി അതിനുള്ള മറുപടി ഞാൻ ബി ജെ പിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതിനു മുൻപ് പക്ഷേ കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കല UDF-നോട് ചോദിക്കാനുള്ളത് പറഞ്ഞ തീയതികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ വൈകുന്നു. UDF ഇത്തവണ മത്സരത്തിനുണ്ടാകില്ലേ? അപർണ, ഇത്ര തരം താഴ്ന്ന ചോദ്യത്തിലേക്ക് അപർണ പോകുന്നത് എത്രത്തോളം ശരിയാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. ഒരു ആങ്കർ എന്ന നിലയിൽ UDF മത്സരിക്കില്ലേ എന്നൊക്കെ ചോദിക്കാൻ തക്ക ധാർഷ്ട്യം അപർണയെ പോലെ ഒരു ആങ്കർക്ക് എത്രത്തോളം ശരിയാണ് എന്ന് സ്വയം ചിന്തിക്കുന്ന ഒന്നായിരിക്കും. ഞാൻ അത്രയും മാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇവിടെ ഇലക്ഷൻ പോലും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ആ ഒരു കാര്യം മറക്കരുത്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതേ ഉള്ളൂ. സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ ഞങ്ങൾ ഒരുപാട് ചർച്ചകൾ, ഒരുപാട് ഡിബേറ്റുകൾ, പിന്നെ ഇന്റേണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി നിരവധി കടമ്പകൾ കടന്നിട്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പലപ്പോഴും പ്രഖ്യാപിക്കാറുള്ളത്. മുൻകാലങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പലപ്പോഴും UDF-നെ സംബന്ധിച്ച് നോമിനേഷൻ കൊടുക്കുന്ന ദിവസം, ശ്രീ ജേക്കബ് ജോർജ് എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്, നോമിനേഷൻ കൊടുക്കുന്ന ദിവസം പോലും സ്ഥാനാർത്ഥികൾ മാറിയ ചരിത്രമുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചില നടപടിക്രമങ്ങളുണ്ട്. ഇവിടെ AKG സെൻറ്ററിൽ നിന്ന് തീരുമാനിച്ചാൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാൻ കഴിയുന്ന രീതിയിലേക്കല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്, UDF-ന്റെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. എന്തേ BJP പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. കുമ്മനം വരും എന്ന് നിങ്ങൾക്ക് അദ്ദേഹം രാജിവെച്ചുകൊണ്ട് നിങ്ങൾ അനുമാനിക്കുന്നു. അപ്പോൾ BJPക്കും ഒരു ദേശീയ പ്രസ്ഥാനം എന്ന നിലയിൽ അവർക്കും അവരുടേതായ കടമ്പകളുണ്ട്. പക്ഷേ പലയിടത്തും CPM ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് സ്വാഭാവികമായിട്ടും ഉറ്റുനോക്കുന്നത് UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്കാണ്. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എല്ലാം പറഞ്ഞ ആ ഡേറ്റ് കഴിഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യം അതൊരു ധാർഷ്ട്യം ഉള്ളത് കൊണ്ടല്ല. പക്ഷേ ആ ചോദ്യം എല്ലായിടത്തും ഉയർന്നതാണെന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കലയ്ക്ക് അറിയാമല്ലോ. തിരുവനന്തപുരത്തെ വിഷയത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞു പോലെ ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചാണ്. അത് പറയുന്നുണ്ട്. ഞാൻ പറയുന്നു, അങ്ങനെ ഒരു 2-3 ദിവസം താമസിച്ചുകൊണ്ട് ഞങ്ങൾ മത്സര രംഗത്ത് മാറുമെന്ന് അപർണയോട് ആരാ പറഞ്ഞേ? ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് അങ്ങനെ സംസാരിക്കുമോ? അതുകൊണ്ടാണ് അത് ധിക്കാരമാണെന്ന് പറയുന്നത്. അത് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. ഞങ്ങളെ അങ്ങനെ ഒന്നും ചെറുതാക്കി കാണാൻ അപർണ ശ്രമിക്കരുത്. അതിൽ ചെറുതാക്കി കാണലില്ല ജ്യോതികുമാർ ചാമക്കല. അതിനെ ആ ഒരു സെൻസിൽ തന്നെ എടുത്താൽ മതി. ഞാൻ ചോദിച്ചു വരുന്ന കാര്യം തിരുവനന്തപുരത്തെ മത്സരത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കൃത്യമായി ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ചുവരെഴുത്ത് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഹൈ പവർ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരം തന്നെയാണ്. അത് സ്ഥാനാർത്ഥി ഇത്ര ദിവസം ഇല്ലാതിരുന്നത് BJPക്കാണ്. UDF-ൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ചുവരെഴുത്ത് വരികയും ചെയ്തതാണ്. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം കടുപ്പമാകും? ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം
നേരത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയും പ്രചാരണ രംഗത്ത് ഇറങ്ങുകയും ചെയ്യുന്നത് തങ്ങൾക്ക് മുതൽക്കൂട്ടാകും? അതൊരല്പം നേരത്തെ PM മനോജ് പറഞ്ഞത് കേട്ടില്ലേ, ഒരു മുഴം മുന്നേയല്ല, ഒരുപാട് കാലം മുന്നിലാണ് നേരത്തെ പ്രചാരണ രംഗത്ത് ഇറങ്ങിയിട്ടത് മുന്നണി എന്നൊരു കാര്യം അദ്ദേഹം പറയുണ്ടായി. അതിനുകൂടെ മറുപടിയായിട്ട് പറഞ്ഞാൽ മതി. കടുപ്പമാകുമോ തലസ്ഥാനം ഇത്തവണ? മനോജ് പറഞ്ഞതാണ് ശരിയെങ്കിൽ എല്ലാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും എല്ലാ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ജയിക്കേണ്ടത് LDF മാത്രമാണ്. കാരണം പലപ്പോഴും എല്ലായ്പ്പോഴും അവർ തന്നെയാണ് മുൻപേ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതും മത്സരരംഗത്തേക്ക് വരുന്നതും. ഇവിടെ സ്ഥാനാർത്ഥിയെ എപ്പോൾ തീരുമാനിച്ചു എന്നുള്ളതല്ലോ, നോമിനേഷൻ കൊടുക്കണ്ടേ, നോട്ടിഫിക്കേഷൻ വരണ്ടേ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വ്യവസ്ഥാപിതമായ മാർഗ്ഗമുണ്ട്, ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഏകദേശം ധാരണകളുണ്ട്. പരസ്യമായി പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല കാര്യങ്ങൾ. എനിക്കും അപർണയ്ക്കും അറിയാമല്ലോ കേരളത്തിലെ UDFന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശം രൂപമായിട്ടുണ്ടെന്ന് ആരൊക്കെയാണെന്നും ഒക്കെ. ചില നടപടിക്രമങ്ങൾ അവശേഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങൾ 1-2 ദിവസങ്ങളുണ്ട്, അത് അവസാനിക്കുകയും ചെയ്യും, സ്ഥാനാർത്ഥികൾ രംഗത്ത് വരികയും ചെയ്യും. നമ്മളിപ്പോൾ ചർച്ച തിരുവനന്തപുരത്ത് മാത്രമായി ഒതുക്കി നിർത്തേണ്ടതുമില്ലല്ലോ. തിരുവനന്തപുരത്തേക്ക് ഒതുക്കി ഇന്നിപ്പോൾ ചർച്ചയിലേക്ക് പോകാൻ കാരണം എന്താണ്? കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ചതുകൊണ്ടാണ് ആ ഒരു ചർച്ചയിലേക്ക് പോകേണ്ടി വരുന്നത്. സ്വാഭാവികമായും അദ്ദേഹം രാജിവെച്ചത് ഇവിടേക്ക് മത്സരിക്കാനാണെന്ന് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലാകുകയും ചെയ്യും. ഇവിടുത്തെ പ്രശ്നം വേറൊന്നുമില്ല പറഞ്ഞ തിരുവനന്തപുരത്തെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം BJPയും അതുപോലെ LDFും തമ്മിൽ നടത്തുന്നു. അത്രയേ ഉള്ളൂ പ്രശ്നം. അതിൽ ആർക്കാണ് 2ാം സ്ഥാനം എന്ന് മാത്രമേ അറിയാനുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം 10 വർഷം തികച്ചിരിക്കുന്നു MP എന്ന നിലയിൽ. MP മനോജൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ പഴയകാല ചരിത്രങ്ങളൊന്നും പറയണ്ടല്ലോ. നിങ്ങളുടെ സീറ്റ് വിൽപ്പനയെ സംബന്ധിച്ച്, പേയ്മെന്റ് സീറ്റിനെ സംബന്ധിച്ച് ഒന്നും പറയേണ്ടതില്ലല്ലോ. സ്ഥിരമായി ഞങ്ങളിവിടെ വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. 1-2 പ്രാവശ്യങ്ങൾ ശ്രീ PK ജയിച്ചിട്ടുണ്ട്, ശ്രീ പന്നിൻ്റെ ബൈ ഇലക്ഷൻ ജയിച്ചിട്ടുണ്ട്, അതുപോലെ KV സുരേന്ദ്രൻ അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ചാൾസ് എത്രയോ കാലം ഇവിടെ മെമ്പറായിരുന്നു, എത്ര ആളുകൾ ഇവിടെ മെമ്പർമാരായിരുന്നുണ്ട്. അപ്പോൾ UDFന്റെ ഒരു ഉറച്ച കോട്ടയാണ്. ഇവിടെ തീർച്ചയായും ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വരാൻ പോകുന്ന ശ്രീ ശശി തരൂരിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞത് ഉൾപ്പെടെ ശരിയാണെങ്കിൽ, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ അദ്ദേഹമാണെങ്കിൽ ഒരു സംശയവും വേണ്ട, വൻ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, ഇവിടെ 2ാം സ്ഥാനത്തേക്കുള്ള മത്സരം BJPയും LDFും തമ്മിൽ നടക്കുന്നു മാത്രമേ ഉള്ളൂ. സംസ്ഥാനാടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സരത്തിൽ പോലും ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ടാർഗറ്റ് 2020 20 സീറ്റിൽ 20 ജയിക്കുക എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളിലാണ്. വളരെ കൂലങ്കഷമായി ആലോചിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അല്ലാതെ മനോജിനെ പോലെ എടുത്തിയാടി ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിലെയും ഗുണങ്ങളും ദോഷങ്ങളും ഒന്നും ചർച്ച ചെയ്യാൻ ഞങ്ങളിപ്പോൾ ദിവസങ്ങളുണ്ടല്ലോ. ഞങ്ങളതിന് തയ്യാറാണെന്നേ. നിങ്ങളുടെ എല്ലാ ആക്ഷേപങ്ങൾക്കും നിങ്ങളുടെ എല്ലാ പോയിന്റ്സിനും മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇത് LDFനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഒരു വാട്ടർലൂ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട. UDFനെ സംബന്ധിച്ച് 100% വിജയം കൊയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസവുമുണ്ട്. തിരുവനന്തപുരം മാത്രമല്ല, നമുക്ക് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെടുക്കും. ഇന്ന് ചർച്ചയായത് തിരുവനന്തപുരം ആയതുകൊണ്ടാണ്. കുമ്മനം ഒരു എതിരാളിയെ അല്ല എന്നാണ് അല്പം മുൻപ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ UDF കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്ന ആരിൽ നിന്നാണ്? തലസ്ഥാനത്ത് ത്രികോണ മത്സരത്തിൽ ആരായിരിക്കും കൂടുതൽ വിയർക്കുക എന്ന് UDF കരുതുന്നു? അപർണ, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ഇതിനകത്തൊരു മത്സരമില്ല. ശശി തരൂരാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അദ്ദേഹം ആകുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹമാണെങ്കിൽ ഇവിടെ വിജയം സുനിശ്ചിതമാണ്. 2ാം സ്ഥാനത്തിന് വേണ്ടി LDFും BJPയും തമ്മിൽ മത്സരിക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ ആരാണ് 2ാം സ്ഥാനത്ത് വരുന്നതെന്ന്. അതായിക്കോട്ടെ, നമ്മൾ വിടുന്നു. സംസ്ഥാനാടിസ്ഥാനത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ ചിട്ടയോടി പോകുന്നു. ഞങ്ങൾക്ക് എന്തായാലും 30% MLA ഒന്നും ഈ 20 സീറ്റിലെ 30% MLA കൊണ്ട് നികത്തേണ്ട രീതിയിലേക്ക് LDF തരംതാഴ്ന്നിരിക്കുന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പോഴത്തെ നിലവിലെ നിയമം അനുസരിച്ച് ഇത്തരത്തിൽ ഒന്നിലധികം കോൺസ്റ്റിറ്റ്യുവൻസികളിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ട്. MLA-മാർക്ക് പാർലമെന്റിലേക്ക് മത്സരിക്കാൻ അവകാശമുണ്ട്. ജയിച്ചാൽ മാത്രം ഏതെങ്കിലും ഒരു സഭയിൽ തുടർന്നാൽ മതി, ഒന്ന് ഒഴിവാക്കിയാൽ മതി. പക്ഷേ അതൊക്കെ സമ്മതിക്കുമ്പോൾ പോലും കേരളത്തിലെ ഈ 20 സീറ്റിലേക്ക് മത്സരിക്കുന്നതിൽ 6 പേര്, അതായത് 30% ആളുകളെ നിലവിലെ MLA-മാരെ മത്സരിപ്പിക്കേണ്ട രീതിയിലേക്ക് LDF മാറിയിരിക്കുന്നു. അവർക്ക് വ്യക്തമായി ആ രംഗത്തേക്ക് കൊണ്ടുവരാൻ പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കാൻ മറ്റ് സ്ഥാനാർത്ഥികൾ ഇല്ലാഞ്ഞിട്ടാണോ? ഞങ്ങൾ മത്സരിപ്പിച്ചേക്കാം 1-2 പേരെ. പക്ഷേ 1-2 പേരെ മത്സരിപ്പിക്കുന്നത് സ്വാഭാവികമാണ്, പലപ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു നമ്പർ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ വളരെ കൃത്യമായി സ്ഥാനാർത്ഥി നിർണ്ണയവുമായി മുന്നോട്ട് പോകുന്നു. വരും ദിവസങ്ങളിൽ 1-2 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരും. ആ ലിസ്റ്റ് പുറത്തു വരുന്നതോടുകൂടി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ബോധ്യമാകും. തീർച്ചയായും ഞാൻ തിരികെ വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ OM ശാലീന, ശബരിമല സമരത്തിൽ കേസുകൾ ഇല്ലാതിരുന്നതുകൊണ്ട് കുമ്മനത്തിന് കൂടുതൽ സ്വീകാര്യതയുണ്ട് കേരളത്തിൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ശ്രീ PM മനോജ് പറഞ്ഞതാണ്, BJPക്ക് ശക്തനായ ഒരു സ്ഥാനാർത്ഥി തലസ്ഥാനത്ത് നിന്ന് BJP വിലയിരുത്തുമ്പോൾ എത്ര ഗുണം ചെയ്യുമെന്ന് കരുതുന്നു കുമ്മനത്തിന്റെ തിരിച്ചുവരവ്? കുമ്മനത്തിന്റെ ജനപ്രീതിയെക്കുറിച്ച് ശ്രീ PM മനോജിന്റെ സർട്ടിഫിക്കറ്റ് BJPക്ക് ആവശ്യമില്ല. അത് ഇവിടുത്തെ പൊതുജന സമ്മതി എന്താണെന്നുള്ളത് ജനങ്ങൾക്കറിയാം.
ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ അഴിമതിരഹിതമായിട്ടുള്ള കറപുരളാത്ത ഒരു വ്യക്തിത്വമുള്ള ഒരു ആളെയാണ് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരത്ത് ഒരു പക്ഷേ ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പം രാജിവെച്ച് അദ്ദേഹം വരുന്നു എന്ന് പറയുമ്പം നേരത്തെ തന്നെ അതിന്റെ സൂചനയുണ്ടായിരുന്നു. BJPയുടെ വക്താവ് അതിനെക്കുറിച്ച് സൂചന നേരത്തെ തന്നെ തന്നതാണ്. അതുകൊണ്ട് കുമ്മനത്തിന്റെ വരവ് പാർട്ടി ഏറെ പ്രതീക്ഷിച്ചതാണ്, പാർട്ടി പ്രവർത്തകർ ഏറെ പ്രതീക്ഷിച്ചതാണ്. അദ്ദേഹം വരുന്നുണ്ട്. ഇനി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ ചടങ്ങുകൾ ഞങ്ങൾക്കും ബാക്കിയുണ്ട്, അതുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ PM മനോജ് പറഞ്ഞ കാര്യങ്ങളോട് അംഗീകരിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇപ്പൊ ശ്രീ വിജയരാഘവൻ പറഞ്ഞു ഇവിടെ രാജിവെച്ച് പോകേണ്ടി വരും ഭാരതീയ ജനതാ പാർട്ടിക്ക് കേന്ദ്രത്തിൽ നിന്ന് എന്നൊക്കെ പറയുന്നത് ആരാ? എത്ര ആളുകളുണ്ട് ഇപ്പൊ കേരളത്തിൽ നിന്നും, അല്ലെങ്കിൽ LDF-നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ എത്ര MP-മാരുണ്ട് ലോക്സഭയിൽ? എവിടെ നിന്ന് നിങ്ങൾ എവിടെ എത്തി? അതൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം ഇത്തരം ഗീർവാണങ്ങൾ മുഴക്കിയാൽ നന്നായിരിക്കും. മറ്റൊരു കാര്യം, C ദിവാകരൻ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം രാഷ്ട്രീയ നേതാവാണ്, ഇപ്പോൾ നിലവിൽ MLA ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഇതിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് അഴിമതി വിരുദ്ധ ദേശീയ സഖ്യത്തിന് അതിന്റെ സ്ഥാനാർത്ഥിയായിട്ട്, അതിന്റെ ആ മുന്നണിയുടെ ഒരു പ്രതിനിധിയായിട്ട് തിരുവനന്തപുരത്തുകാർ അദ്ദേഹത്തെ അയക്കും എന്നുള്ളതാണ്. സ്വന്തം പാർട്ടി അഴിമതി കാണിച്ചതിന് തരം താഴ്ത്തിയ ഒരു നേതാവ്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ബെനറ്റ് എബ്രഹാമിന് സീറ്റ് നേടിക്കൊടുത്തതുമായി ബന്ധപ്പെട്ട് തരം താഴ്ത്തി ദേശീയ കമ്മിറ്റി അംഗത്തിൽ നിന്നും സംസ്ഥാന സമിതി അംഗമായി തരം താഴ്ത്തപ്പെട്ട ഒരു നേതാവിനെയാണ് അവരിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കാൻ. അത് പ്രത്യേകിച്ചും ഇത്രയും ത്രികോണ മത്സരം നടക്കാൻ പോകുന്നു എന്ന് എല്ലാ മാധ്യമങ്ങളും പൊതുജനങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ വിലയിരുത്തുന്ന ഒരു മണ്ഡലത്തിൽ. അപ്പൊ അതുകൊണ്ട് അഴിമതി രഹിതനായ ഒരു ദേശീയ മുന്നണി എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ആ വാക്കിൽ തന്നെ അദ്ദേഹം എന്താണെന്ന് അദ്ദേഹത്തിന് പോലും തിരിച്ചറിയില്ല എന്ന് തോന്നുന്നു. മറ്റൊരു കാര്യം, ജനസമ്മതയുടെ കാര്യം പറയുകയാണെങ്കിൽ കരുനാഗപ്പള്ളിയിൽ സീറ്റ് കൊടുക്കാതെയാണ് കഴിഞ്ഞ പ്രാവശ്യം LDF നിർബന്ധിച്ച് അദ്ദേഹത്തിന് നെയ്യാറ്റിൻകരയിലെ സീറ്റ് കൊടുത്തത്. അവിടെ കൊടുക്കില്ല എന്നുള്ള വാശിയായിരുന്നു. പക്ഷെ അദ്ദേഹം ജയിച്ചു എന്നുള്ളത് വസ്തുത ഞാനും അംഗീകരിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ അപ്പം സ്വന്തം പാർട്ടിയിൽ പോലും ഇത്രയധികം അംഗീകാരം അല്ലെങ്കിൽ ആ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഒരു സീറ്റ് കൊടുത്ത് ഒരു പക്ഷേ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണോ അതോ പാഠം പഠിപ്പിക്കാനാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. മറ്റൊരു കാര്യം, ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ 21 മഹാസഖ്യത്തിന്റെ ഉള്ളിൽപ്പെടുന്ന രണ്ടാളുകളാണ് ഇവർ രണ്ടുപേരും. ഇവരെന്തിനാ രണ്ട് സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് നമുക്കറിയില്ല. ഇപ്പം ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാൻ പോകുന്നു ഇടതുപക്ഷവും BJP-യും എന്നുള്ളതാണ്. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ആക്കുന്നത്? രണ്ടുപേരും കൂടി ഒരുമിച്ച് മത്സരിച്ചാൽ മതിയല്ലോ. നിങ്ങൾ അവിടെ പോയി ഒരുമിച്ച് കൈവക്കാനുള്ള ആളുകൾ ഇവിടെ കേരളത്തിൽ ജനങ്ങളെ പറ്റിക്കാൻ ഇങ്ങനെ രണ്ട് സ്ഥാനാർത്ഥികളെ നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ശബരിമല മണ്ഡലകാലത്ത് ഒക്കെ തന്നെ കേരളത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ജനങ്ങളുടെ വികാരങ്ങളുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലെയുള്ള ഒരു മണ്ഡലത്തിലുള്ള അവരുടെ ജനവികാരം എന്താണ് എന്നുള്ളത് അമൃതാനന്ദമയി ദേവി പങ്കെടുത്ത ആ പരിപാടിയുടെ അതിനെതിരെ നടന്നുള്ള വലിയ വലിയ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും ഒക്കെ നടന്ന വലിയ പ്രതികരണങ്ങൾ, അത് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ തന്നെ ഭരണപക്ഷത്തിന് ഈ ഒരു വിഷയത്തിൽ, ശബരിമല വിഷയത്തിൽ തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ചുള്ള ബോധമുണ്ടായി എന്ന് തന്നെ വേണം കരുതാൻ. അപ്പൊ അതുകൊണ്ട് കുമ്മനം രാജശേഖരന്റെ വരവിനെ ഏറെ പേടിക്കുന്നു ഇരു മുന്നണികളും എന്ന് തന്നെയാണ് BJP അവകാശപ്പെടുന്ന പോലെ വളരെ സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി തന്നെയായി ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട പേര് തന്നെ കുമ്മനം രാജശേഖരൻ. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി തുടരുമ്പോൾ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ അദ്ദേഹത്തെ മിസോറാമിലേക്ക് പോകുന്നു. ആ മാറ്റം കൊണ്ട് അദ്ദേഹത്തിനോ പാർട്ടിക്കോ എന്തെങ്കിലും ഗുണമുള്ളതായി അറിവില്ല. പക്ഷേ BJP ശബരിമല സമരത്തിൽ പിന്നോട്ട് പോയതിൽ കുമ്മനത്തിന്റെ അഭാവം അന്ന് തന്നെ പരാമർശിക്കപ്പെടുകയും ചെയ്തു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ. ഈ ഒരു വർഷം ഈ മാറ്റം കൊണ്ട് ഗുണമുണ്ടായില്ല പാർട്ടിക്ക് എന്നുകൂടി സമ്മതിക്കുകയല്ലേ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിലൂടെ? അങ്ങനെയല്ല കരുതേണ്ടത്. അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണോ സംഘടന പറഞ്ഞത് ആ ചുമതലകളിലെല്ലാം അദ്ദേഹം നന്നായി ശോഭിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. മിസോറാമിൽ അദ്ദേഹത്തിനുള്ള ജനസമ്മതി നമ്മൾ അന്വേഷിച്ചാൽ അതും അറിയാം. ഇനി ഇപ്പൊ നേരത്തെ ശ്രീ PM മനോജ് പറഞ്ഞത് എല്ലാ തീവ്രവാദ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ നിലപാടെടുത്ത ഒരാൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ നിലയ്ക്കൽ സമരത്തിന്റെ നേതാവായിരുന്നു, ആറന്മുള സമരത്തിന്റെ നേതാവായിരുന്നു. ആറന്മുള സമരം എന്ന് പറയുന്നത് ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള സമരമല്ലായിരുന്നു. ആറന്മുളയിൽ KGS എന്ന് പറഞ്ഞ ഗ്രൂപ്പിന് അവിടെ ആറന്മുളയിൽ വിമാനത്താവളം കൊണ്ടുവരിക്കാൻ വേണ്ടി അവിടുത്തെ പ്രകൃതിയോട് ഈ സർക്കാരുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് ഒത്തൊരുമിച്ച് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയ്ക്കെതിരെ പ്രവർത്തിച്ച ഒരു നേതാവാണ് അദ്ദേഹം. അല്ലാതെ അതൊരു ഹിന്ദുത്വ തീവ്രവാദ സമരമൊന്നും ആയിരുന്നില്ല.
അപ്പൊ അതുകൊണ്ട് ആറന്മുള സമരം എന്താണെന്ന്, ആറന്മുള സമരത്തിന്റെ വിജയം, ആ വിജയം തീർത്തും അവകാശപ്പെടാവുന്ന ഒരു നേതാവ് തന്നെയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. വട്ടിയൂർക്കാവിൽ അദ്ദേഹം കഴിഞ്ഞ തവണ അസംബ്ലിയിലേക്ക് മത്സരിച്ച സമയത്ത് വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ ഒ രാജഗോപാൽ. അദ്ദേഹം ശ്രീ ശശി തരൂരിന് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ കൊടുത്തത്. അവസാനഘട്ട വോട്ടെണ്ണൽ വരെ ഏതാണ്ട് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് അന്ന് ശശി തരൂരിന് ജയിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ആ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക്, പ്രത്യേകിച്ചും ശബരിമല സമരത്തിന്റെ ഈ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ തീർച്ചയായിട്ടും അത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ് തിരുവനന്തപുരത്തുള്ളത്. അതുകൊണ്ട് തന്നെ കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന ശക്തനായ ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അത് അനുകൂലമായിട്ടുള്ള ഘടകമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തിരികെ വരാം. ശ്രീ ജേക്കബ് ജോർജ്, രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശവാദങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല. ഹൈ പവർ പോരാട്ടങ്ങൾ നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു പല മണ്ഡലങ്ങളും. അത് തിരുവനന്തപുരം തൊട്ട് തന്നെ തുടങ്ങുന്നു. ഇന്നത്തെ വാർത്തയിൽ നിന്ന് എങ്ങനെ തോന്നുന്നു, ഇത്ര ശക്തമായ ത്രികോണ മത്സരത്തിൽ ഒരു മുഴ മുന്നിൽ ആരായിരിക്കും? അയ്യോ, അങ്ങനെ പറയാൻ പറ്റുകയില്ല. പക്ഷേ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് രംഗം തിരുവനന്തപുരമായിരിക്കും എന്ന് ഇപ്പോഴത്തെ ഒരു സൂചനകൾ നമുക്ക് കാണിച്ചു തരുന്നു. അതായത് ഒരു വശത്ത് ശശി തരൂർ, അങ്ങ് സിറ്റിംഗ് MP, അങ്ങപ്പുറത്ത് നേരത്തെ മന്ത്രിയായിരുന്നയാൾ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA സി ദിവാകരൻ, ഇപ്പോഴിതാ കുമ്മനം രാജശേഖരൻ വന്നിരിക്കുന്നു. ഈ നമ്മളെയൊക്കെ ഈ ക്ലീഷേ ഉപയോഗിച്ചാൽ തീ പാറുന്ന പോരാട്ടം തന്നെയായിരിക്കും. ഹൈ വോൾട്ടേജ് തെരഞ്ഞെടുപ്പായിരിക്കും. നമുക്കൊക്കെ നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് മാറി നിന്ന് ഇത് കളി കണ്ട് ഇതിൻ്റെ ഒരു എല്ലാ തീപ്പൊരികളും പറക്കുന്നത്, ആളി കത്തുന്നത് നമുക്ക് കണ്ട് ആസ്വദിക്കാം. തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. എനിക്കൊരു കൗതുകം തോന്നുന്നത് ഒന്നാമതെത്തുക എന്നുള്ളത് ഒരു വലിയ പരീക്ഷണം തന്നെയായിരിക്കും, ഒരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കും ആർക്കാണെങ്കിലും. പക്ഷേ 2ഉം 3ഉം സ്ഥാനങ്ങൾ എത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ നിർഭാഗ്യവും ആയിരിക്കും, അങ്ങേയറ്റത്തെ ദുരന്തവുമായിരിക്കും. ഏത് പാർട്ടിക്കായിരിക്കും ഏത് പാർട്ടിക്കാണെങ്കിലും എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക, പ്രത്യേകിച്ച് അപ്പോൾ നേരത്തെ ജ്യോതികുമാർ ചാമക്കാല അപർണയെ പരിഹസിച്ചത്, എനിക്ക് തോന്നുന്നു അപർണ പറഞ്ഞത് ജ്യോതികുമാർ അങ്ങനെ പറയേണ്ട കാര്യമില്ല. കാരണം അപർണ ഉദ്ദേശിച്ചത് നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഫെബ്രുവരി 25 കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പേര് പ്രസിദ്ധീകരിക്കും ഇന്ന് മുല്ലപ്പള്ളി ആവർത്തിച്ച് പറഞ്ഞു. ഹൈക്കമാൻഡിൽ കൊടുക്കുന്നതിനെ കുറിച്ച് കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഹൈക്കമാൻഡിൽ അല്ലല്ല അങ്ങനെ പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം നടപെട്ടോട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സ്ക്രീനിംഗ് കമ്മിറ്റി കൂടേണ്ടതുണ്ട്. ഞങ്ങളുടെ സ്ക്രീനിംഗ് കമ്മിറ്റി അടുത്ത ആഴ്ചയെ കൂടുന്നുള്ളൂ. അതിനു മുമ്പ് ഞങ്ങൾക്ക് അവിടെ കൊടുക്കേണ്ടതുണ്ട്. കൊടുക്കുക തന്നെ ചെയ്യും. അല്ലാതെ പ്രസിദ്ധീകരിക്കും ഫെബ്രുവരി 20 പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടേ ഇല്ല. എന്നാ പോട്ടെ, ഹൈക്കമാൻഡ് കൊടുക്കുന്നെങ്കിലും സമ്മതിച്ചല്ലോ. ആ ഒരു കേവലമായ ഒരു പ്രസ്താവന മാത്രമേ അവരുടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയത്. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, ഒറ്റ കാര്യം, നമ്മൾ ഈ തിരുവനന്തപുരത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കുമ്മനത്തിന്റെ തിരിച്ചുവരവായിരുന്നല്ലോ ഇതിന് തുടക്കം ഇട്ടത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിന്ന് അടുത്ത മണ്ഡലത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ കുമ്മനം മിസോറാമിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. RSSന്റെ തീരുമാനപ്രകാരമാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. RSSനാണ് തീരുമാനമെടുക്കാനുള്ള പരമാധികാരം എന്ന നിലയിലേക്ക് കേരളത്തിലെ BJP ഘടകവും എത്തുന്നു എന്നുകൂടി ഇതിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടോ? അതെ, ഈ കഴിഞ്ഞ സമരങ്ങൾ ഇപ്പം നേരത്തെ ഹിന്ദു മുന്നണി 1984 നമ്മൾ തിരുവനന്തപുരത്തുകാർ കുമ്മനം രാജശേഖരനെ കാണുന്നത് ഹിന്ദു മുന്നണി നേതാവായിട്ടാണ്. അന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രചാരണം നടത്തുന്നു. ഹിന്ദു മുന്നണിക്ക് അന്ന് 1 ലക്ഷത്തിലധികം വോട്ട്. ഒരു 3ാം സ്ഥാനമാണ് കിട്ടിയതെങ്കിലും ചാൾസ്, നീലലോഹിദാസ് നടർ, അതിനുശേഷം 3ാം സ്ഥാനമാണ് കിട്ടിയതെങ്കിലും അതൊരു തിളക്കമുള്ള വിജയമായിരുന്നു. തിരുവനന്തപുരം ഈസ്റ്റിൽ അന്ന് പൂഞ്ഞാറിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥി അദ്ദേഹം 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. അങ്ങനൊരു പ്രത്യേകതയുണ്ട്. അത് കണ്ടിട്ടാണ് EMS നമ്പൂതിരിപ്പാട് അയ്യോ ഹിന്ദു വർഗീയത വളരുന്നു, അത് നമുക്ക് ഒരിക്കലും സമ്മതിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം വർഗീയതയാണ് ഹിന്ദു വർഗീയതയ്ക്ക് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ചരിത്രപരമായ ഒരു തീരുമാനത്തിലേക്ക് CPM-നെയും ഇടതുപക്ഷത്തെയും കൊണ്ടുപോയി എന്ന കാര്യം കൂടി ഓർക്കണം. 87 തെരഞ്ഞെടുപ്പിൽ CPM ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയും ചെയ്തു. ആ ഒരൊറ്റ നിലപാടിൽ ഊന്നിക്കൊണ്ട് തന്നെ ഇന്നിപ്പോൾ അതേ കുമ്മനം BJPയുടെ ഒരു സമുന്നത നേതാവായിട്ട് തിരുവനന്തപുരത്ത് വരുമ്പോൾ തിരുവനന്തപുരത്തുകാർ എങ്ങനെ അദ്ദേഹത്തെ സ്വീകരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അപർണ. അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി ഉയർത്തുന്നത് സി ദിവാകരനും ശശി തരൂരുമാണ്. ചില്ലറക്കാരൊന്നുമല്ല, 2 പേരും വലിയ നേതാക്കന്മാർ തന്നെയാണ്. ഞാനൊരു മുൻവിധിക്കൊന്നും തയ്യാറാവുന്നില്ല. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ ഒരു പോരാട്ടത്തിന് വേദിയാവുകയാണ് നമ്മൾ തിരുവനന്തപുരത്തെ നമ്മുടെ മണ്ഡലം.
ശ്രീ പി എം മനോജ്, ഓരോരോ മണ്ഡലമായിട്ട് എടുത്ത് ചർച്ച ചെയ്യാനുള്ള സമയങ്ങൾ വരുന്നേ ഉള്ളൂ. എങ്കിലും പെട്ടെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞാൽ എടുത്ത് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വടകര പി ജയരാജനെ മുല്ലപ്പള്ളി വരെ മത്സരിച്ചേക്കാമെന്നുള്ള രീതിയിലുള്ള സൂചനകൾ വരുന്നു. RMPയുടെ പിന്തുണ, ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കും BJP എന്നുള്ള ചില സൂചനകൾ. ഒരു ഹൈ പവർ പോരാട്ടം വടകരയിൽ CPM പ്രതീക്ഷിക്കുന്നത് എങ്ങനെ? ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്തായാലും ദിവാകരൻ വരുന്നതിന് വലിയ വിഷമം ഇവർക്കെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ OM ശാലിനി ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടാണ് നെടുമങ്ങാട് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് ദിവാകരൻ തിരിച്ചു പിടിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഭയം, രണ്ടു കൂട്ടർക്കുള്ള ഭയം, അത് ഞാൻ അംഗീകരിക്കുന്നു. ആ ഭയം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അടുത്തത് വടകരയാണ്. വടകര രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. വടകരയുടേതായാലും തിരുവനന്തപുരത്തിൻ്റെതായാലും ഒക്കെ രാഷ്ട്രീയ സാഹചര്യം നോക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റമുണ്ട്. ഇവിടെ ഇപ്പോൾ പി ജയരാജൻ CPIM-ൽ വലിയ അംഗീകാരമുള്ള നേതാവാണ്. അദ്ദേഹത്തെയാണ് വടകരയിൽ ഇത്തവണ മത്സരിപ്പിക്കുന്നത് എന്നാണ് പുറത്തു വന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല. അത് നാളെ നടക്കാൻ പോകുന്നേ ഉള്ളൂ. അതിനു മുമ്പ് പി ജയരാജനാണ് സ്ഥാനാർത്ഥി എന്ന് ഈ പത്രങ്ങളിൽ വന്ന വാർത്ത വെച്ചിട്ട് എനിക്ക് പറയാൻ കഴിയും. എന്നാൽ പോലും പി ജയരാജനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ് വടകരയിൽ LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM നിർത്തുന്നതെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയമായി വലിയ മേൽക്കൈ ഉണ്ടാക്കുന്ന ഒരു സ്ഥാനാർത്ഥിത്വമാണത്. കാരണം ഈ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ ഒരു 5, 10, 15 വർഷമെടുത്താൽ രാഷ്ട്രീയമായി ഇത്രയേറെ വേട്ടയാടപ്പെട്ട ഒരു വ്യക്തിത്വം വേറെയില്ല, ഒരു കമ്മ്യൂണിസ്റ്റ് വേറെയില്ല. ശരിയാണ്, സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തെ രാഷ്ട്രീയമായും കായികമായും ശാരീരികമായും ഒക്കെ നശിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ വലിയ തോതിൽ നടന്നു. അദ്ദേഹം അതിനെയൊക്കെ അതിജീവിച്ചു. അത് കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട വ്യക്തിത്വമാണ് സഖാവ് പി ജയരാജൻ്റേത്. അദ്ദേഹത്തെ അതായത് കൊല്ലാൻ പോയി വളരെ വളരെ അത്ഭുതകരമായിട്ടാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത്. വികലാംഗനായത് സ്വമേധയോ ജന്മനാ വികലാംഗനായതല്ല, വെട്ടി നുറുക്കിയിട്ട് കയ്യും കാലും ഇല്ലാതായ ഒരു മനുഷ്യനാണ്. അങ്ങനെ മരിച്ച് ജീവിക്കുന്ന അദ്ദേഹത്തെ ഒരു കൊലയാളിയായി ചിത്രീകരിക്കാനുള്ള ശ്രമം ആരൊക്കെയാണ് നടത്തിയത്? ഈ പറഞ്ഞ എല്ലാ വലതുപക്ഷ ശക്തികളും ഒന്നാകെയാണ്. എന്നിട്ട് പോലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജനനേതാവായി നമ്മൾ ആലോചിക്കണം. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് കേരള നിയമസഭയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ച ആളായിരുന്നു പി ജയരാജൻ. ആ പി ജയരാജന് കൂത്തുപറമ്പിലായാലും വടകരയിലായാലും വടകര നിയോജക മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ സെഗ്മെൻറ്റ്സിലായാലും വലിയ ജനകീയ അംഗീകാരമുണ്ട്. അതുകൊണ്ട് തന്നെ വടകര ഒരു അക്ഷരത്തെറ്റാണ്. ആ അക്ഷരത്തെറ്റിൻ്റെ ഭാഗമായിട്ടാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന മനുഷ്യൻ വടകരയിൽ ജയിച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ. അത് കഴിഞ്ഞ് ആ വടകര രാഷ്ട്രീയമായി തിരിച്ചു പിടിക്കാനുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPIM-ൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പി ജയരാജൻ വരികയാണെങ്കിൽ അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മുഴമല്ല ബഹുഘാതം മുന്നിലെന്ന്. വടകര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം CBI കേസുള്ള ഒരു സ്ഥാനാർത്ഥിയാകും. അങ്ങനെയാണെങ്കിൽ പി ജയരാജൻ അങ്ങനെ ആകില്ലേ മറുവശത്തെ പ്രചാരണവും നേരിടേണ്ടി വരിക? അല്ലല്ല, അത് പറയുമ്പോൾ ഗുജറാത്ത് 2000 ആണ്ടുകളുടെ തുടക്കത്തിലുള്ള ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് ഓർമ്മയുണ്ടോ? അതിൽ പ്രതിസ്ഥാനത്ത് നിശ്ചയിക്കപ്പെട്ട ഏക പേരാരായിരുന്നു? നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി എങ്ങനെയാണ് പിന്നീട് കൊണ്ടാടിയത്? അതുപോലെയൊന്നും ആവില്ല പി ജയരാജൻ്റെ കഥ. പി ജയരാജൻ ഓരോ കാര്യങ്ങളും, അതായത് അദ്ദേഹത്തിനെതിരെ എതിരാളികൾ ഉയർത്തിക്കൊണ്ടുവന്ന ഓരോ കാര്യങ്ങളും വസ്തുനിഷ്ഠമായി മറുപടി പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾ എല്ലാ തരത്തിലും ഭരണകൂടത്തിൻ്റെ സൗകര്യം ഉപയോഗിച്ച് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ ഒരു കൊലക്കേസ്, ആ കൊലക്കേസ് കഴിഞ്ഞ UDF ഗവൺമെൻറ്റാണ്, രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി. ആ ആഭ്യന്തരമന്ത്രി കേരള പോലീസിനെ, സ്വന്തം കീഴിലുള്ള കേരള പോലീസിനെ വിശ്വാസമില്ലാതെ ഒറ്റയടിക്ക് UAPA ചാർത്തിക്കൊണ്ട് CBIക്ക് വിട്ട കേസ്. അതുപോലെ സാക്ഷികൾ, വ്യാജ സാക്ഷികളെ ഹാജരാക്കി ആ സാക്ഷികൾ മൊഴി മാറ്റിപ്പറഞ്ഞ കേസ്. ഇത്തരം വ്യാജമായ നിർമ്മിതമായ ആരോപണങ്ങൾ, അതുപോലെ ഭരണകൂട വേട്ടയാടലുകൾ അദ്ദേഹത്തിനെതിരെ വന്നു. RSSകാർ കൊല്ലാൻ നോക്കി, അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് UDFും പലവട്ടം കൊല്ലാൻ നോക്കി. എന്നിട്ട് പോലും ഇതിനെയൊക്കെ അതിജീവിച്ച് നിൽക്കുന്ന നേതാവാണ് സഖാവ് പി ജയരാജൻ.
ആ പി ജയരാജനെ പോലെയുള്ള ഒരാൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതായത് ഈ ആർജവവും പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ശേഷിയും അതുപോലെ രാഷ്ട്രീയ ദൃഢതയും വ്യക്തിത്വവും അതുപോലെ നിലപാടുകളിലെ ഉറപ്പും ഒക്കെയാണല്ലോ ഇടതുപക്ഷത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മുഖമുദ്ര. അങ്ങനെ ആ മുഖമുദ്ര അത് കൃത്യമായി സ്വന്തം അനുഭവങ്ങളിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ തെളിയിച്ച നേതാവാണ് പി ജയരാജൻ. ഇടതുപക്ഷത്തിന്റെ വാദങ്ങൾ ഒരു വശത്ത് നിൽക്കട്ടെ. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഉറ്റുനോക്കുന്നുണ്ട് മാധ്യമങ്ങൾ ആരായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി വടകരയിലെന്ന്. മുല്ലപ്പള്ളിയെ പോലെ ഒരു ശക്തനെയാണോ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത് UDF? മത്സരിക്കില്ല എന്ന് മുല്ലപ്പള്ളി നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് മത്സരിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് താങ്കൾ കരുതുന്നു? പറഞ്ഞാൽ തിരുവനന്തപുരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച് നമുക്ക് അങ്ങോട്ടങ്ങ് പോവാം. തിരുവനന്തപുരത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കുറേ നേരമായിട്ട് പറയുന്നു ഇദ്ദേഹം നെടുമങ്ങാട് നിന്ന് മത്സരിച്ച് വിജയിച്ചു. അത് ഈ നെടുമങ്ങാട് നിയോജകമണ്ഡലം തിരുവനന്തപുരം പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ പെടുന്നതല്ല എന്ന് ശ്രീ മനോജ് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അത് അതിനകത്ത് ഇല്ല. ഒന്ന്. രണ്ട്, താങ്കൾ ആദ്യം മുതൽ പറയുന്നു അതിൻ്റെ ഭാഗമായി അവിടെ ഉള്ളത് ജയിച്ച ഒരു സ്ഥലത്തിൽ ഒരു സെഗ്മെന്റ് ജയിച്ചാണ്, അവിടെയല്ല. അതെങ്കിലും മിനിമം മനസ്സിലാക്കൂ. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കാം. ഇവിടെ നിങ്ങളുടെ മത്സരം നടത്തിക്കൊള്ളൂ. നിങ്ങൾ CPM-നെ സംബന്ധിച്ച് CPI-യെ സംബന്ധിച്ചും ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, നമുക്കറിയാം. നിങ്ങളും BJP തമ്മിൽ മത്സരിച്ചോളൂ, രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ആയിക്കോട്ടെ, അത് നടക്കട്ടെ. ഞാൻ അതിലേക്ക് മറ്റൊന്നും കിടക്കുന്നില്ല. കാരണം ചരിത്രം അങ്ങനെയാണ്. 10 വർഷമായി ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് ശ്രീ ശശി തരൂർ. അദ്ദേഹത്തിൻ്റെ നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഈ 3 പേരെ വെച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് അയക്കേണ്ടത് ആര് എന്ന് ചോദിച്ചാൽ ഏത് കൊച്ചുകുട്ടി മുതൽ ആബാലവൃദ്ധം ജനങ്ങളും തിരഞ്ഞെടുക്കാൻ പോകുന്നത് ശശി തരൂരിനെ തന്നെയാവും. ഒരു സംശയവും വേണ്ട. പിന്നെ വടകരയെ സംബന്ധിച്ച് അപർണ, ഞാൻ ഒരു കാര്യം പറയാം. അവർ പ്രസന്റ് ചെയ്തതുപോലെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ പ്രസന്റ് ചെയ്യാൻ ഞങ്ങൾക്കില്ല. പി ജയരാജനെ പോലെ സ്ഥാനാർത്ഥിയെ ഒരിക്കലും ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയില്ല. അത് സത്യമാണ്. ആ നല്ലത് എന്നുള്ളത് ഇൻവെർട്ട് കോമ ഇടുക. അദ്ദേഹത്തെ ഇപ്പോൾ ജയരാജന് വേണ്ടി ഇതുപോലെ PM മനോജ് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിലും പോയി പ്രസംഗിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതോടെ ആ കോൺസ്റ്റിറ്റ്യുവൻസികളിലെങ്കിൽ ഞങ്ങൾ വിജയിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രവർത്തനം എളുപ്പമാകും. താങ്കൾ ജയരാജനെ ഇത്രയേറെ പുകഴ്ത്തി സംസാരിച്ച് കിട്ടിയാൽ മാത്രം മതി ഞങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വിജയിക്കുവാൻ. താങ്കൾ എന്താ പറയുന്നത്? ജയരാജൻ ഒരു മാൻ പേടയാണെന്നോ അതോ ഒരു ആട്ടിൻകുട്ടിയാണെന്നോ? മറ്റേ കോൺഗ്രസിൻ്റെ എന്താ പറയുന്നത്, രാക്ഷസന്മാർ ചാടി വീണ് എപ്പോഴും കൊല്ലാൻ ശ്രമിക്കുന്ന മാൻപേടയായി താങ്കൾ ജയരാജനെ ചിത്രീകരിച്ചോളൂ. നല്ല കാര്യമാണ്. പക്ഷേ യാഥാർത്ഥ്യം ജനങ്ങൾക്കറിയാം. ഏതൊക്കെ കേസുകളിൽ പ്രതിയാണെന്നറിയാം. അദ്ദേഹത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ, പറഞ്ഞത് നടപ്പിലാക്കാൻ കഴിവുള്ള, അതെ, കൊട്ടേഷൻ കാര്യങ്ങളിൽ ഇത്തരത്തിൽ എതിരാളികളെ വെട്ടിവീഴ്ത്തുന്ന കാര്യത്തിൽ പറഞ്ഞത് നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് എപ്പോഴും കഴിയും. നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന, പക്ഷേ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴും CBI വരുമ്പോൾ അദ്ദേഹം താഴെ വീഴും. അദ്ദേഹം എന്നിട്ട് ഉടനെ ആംബുലൻസ് കണ്ടാൽ ചാടി കയറും. ആ നിലവിളി ശബ്ദം ഇടോ എന്ന് ആവശ്യപ്പെടും. അപ്പോൾ അത്തരത്തിലുള്ള ജയരാജൻ, CBI കണ്ടാൽ മുട്ടുറയ്ക്കുന്ന ജയരാജൻ, എന്നാൽ എതിരാളികളെ കണ്ടാൽ വെട്ടിവീഴ്ത്താൻ ശ്രമിക്കുന്ന ജയരാജൻ എത്ര കേസിൽ പ്രതിയാണ്? ആരൊക്കെയോ കൊണ്ടൊന്നും പ്രതിയാക്കിയതാണ്. ഇപ്പോഴും CBI കൊടുത്തിരിക്കുകയല്ലേ അരിൽ ഷുക്കൂറിൻ്റെ കേസിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെ ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുകയല്ലേ. അപ്പോൾ വളരെ വ്യക്തമല്ലേ കാര്യങ്ങൾ? അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതുപോലെ ഒരു ക്രിമിനലിനെ നിങ്ങൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ഇതൊരു പ്രബലനായ ഒരു എതിരാളിയാണെന്ന് മറുവശം കരുതുന്നുണ്ടല്ലോ. ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള ഇതൊരു തുടക്കമല്ല. ഇത് നേരത്തെ നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ കോഴിക്കോട്ടെ കാരായിമാരെ നിങ്ങൾ ഇത്തരത്തിൽ ത്രിതല പഞ്ചായത്തുകളിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ വീണ്ടും അത് പാർലമെന്റിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആയിക്കോളൂ, നാളെ കുഞ്ഞിരാമന്മാരെയും നിങ്ങൾ തന്നെ ചെയ്യും. അപ്പോൾ കോഴിക്കോട്ട് നിങ്ങൾ കാരായിമാരെ നിർത്തുന്നു, കണ്ണൂരിൽ നിങ്ങൾ ഈ പറയുന്ന ജയരാജന്മാരെ നിർത്തുന്നു, അപ്പുറത്ത് കുഞ്ഞിരാമന്മാരെയും നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ പറയുന്ന വാചകങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾ സമാധാന സംസ്ഥാനത്ത് പുലരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇത്തരത്തിൽ പെടുന്ന ഇപ്പോഴും കുറ്റപത്രം CPM-മാർ പോലും ഞെട്ടിയിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് പാർട്ടി ചർച്ച ചെയ്യുമ്പോൾ. അപ്പോൾ പാർട്ടി ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്. ആയിക്കോളൂ. ഞാൻ ഏറ്റവും അവസാനം കേട്ടത് പൊന്നാനിയിൽ നിങ്ങൾ സ്ഥാനാർത്ഥിയായി കണ്ടെത്തുന്നത് അൻവറിനെയാണെന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നിങ്ങൾക്ക് ചേരുന്ന സ്ഥാനാർത്ഥി പട്ടികയുമായി നിങ്ങൾ രംഗത്ത് വരികയാണ്. നിങ്ങൾ എത്ര കാലം മുന്നേ പോയാലും ജനങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിലയിരുത്തുന്നു. ശരി, അതിനുള്ള മറുപടി PM മനോജ് പറയട്ടെ. പക്ഷേ ശക്തനായ ഒരു എതിരാളിയാണ് വടകരയിൽ എന്ന് മറുവശത്ത് UDF അത് കരുതുന്നുണ്ട്. RMPയുടെ പിന്തുണയുണ്ട്. BJP-യുടെ കാര്യങ്ങൾ BJP സ്ഥിരീകരിക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ ആ രീതിയിലുള്ള സൂചനകൾ തന്നെ വരുന്നു. സ്ഥാനാർത്ഥി നിർണയം വരട്ടെ. ആരാണ് സ്ഥാനാർത്ഥി എന്നറിയാമല്ലോ. പണ്ട് വടകരയിൽ KP ഉണ്ണികൃഷ്ണൻ നിന്നപ്പോൾ കോലിബി സഖ്യം വന്നതുപോലെയുള്ള ഒരു സഖ്യ സാധ്യതയിലേക്ക് ഔദ്യോഗികമായിട്ടല്ലെങ്കിലും അങ്ങനെയാണ് വടകരയിൽ മത്സരം നടക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഒരു വളരെ ശക്തനായുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപർണ വ്യാഖ്യാനിക്കേണ്ട. അപർണ അല്ല തോക്കിനകത്ത് കയറി അപർണ വെടിവെക്കാൻ ശ്രമിക്കേണ്ട. തുടക്കം മുതൽ
അപർണയ്ക്ക് ദുഷ്ടലാക്കോടുകൂടിയാണ് അപർണ സംസാരിക്കുന്നതെന്ന് ഞാൻ പറയേണ്ടി വരും വീണ്ടും. അങ്ങനെയൊന്നും തോക്കിനകത്ത് കയറി വെടിവെക്കണ്ട. കോലീബി സഖ്യത്തെ കുറിച്ചൊന്നും അപർണ കൂടുതൽ പ്രഖ്യാപിക്കേണ്ട. അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് ഒരുപാടുണ്ട്. ഈ ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ RSSന്റെ പിന്തുണയോട് മത്സരിച്ചതിനെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. വരും ദിവസങ്ങളിൽ അത് കടക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഒരു ആങ്കർ എന്ന നിലയിൽ അപർണ അതിലേക്കൊന്നും കടക്കാൻ ശ്രമിക്കരുത്. ഒന്ന്. രണ്ട്, ഇവിടെ ഞങ്ങൾക്ക് ഈ പി ജയരാജനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു എതിരാളിയല്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക്, വടകരയിലെ ജനങ്ങൾക്ക് ജയരാജൻ അതല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. കോലീബി എന്ന് പറയുന്നത് കോലീബിക്കകത്ത് എവിടെയാണ് RMP വരുന്നത്? ഇതൊരല്പം ദിവസങ്ങൾക്ക് മുൻപ് വന്ന ഒരു വാർത്ത പരാമർശിച്ചതാണ്. വടകര ചരിത്രം ആവർത്തിക്കുന്നു. അങ്ങനെ ഒരു സഖ്യ സാധ്യതയിലേക്ക് നീങ്ങുമോ എന്നുള്ളൊരു കാര്യം ഞാൻ ചോദിച്ചു വന്നത്. താങ്കൾ ചോദിക്കുന്നത് ഒരു ശക്തനായ എതിരാളിയെ ആയിരിക്കില്ലേ UDF അവിടെ കൊണ്ടുവരിക? അപ്പുറത്ത് ഒരു വലിയ ഒരു എതിരാളിക്ക് അല്പം ശക്തി കൂടുതലാണെന്നുള്ള ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടോ? അതുകൊണ്ടാണ് ചോദിച്ചത്. മുല്ലപ്പള്ളിയെ പോലെ ഒരു ശക്തനായിരിക്കുമോ വടകരയിൽ ഉണ്ടാവുക? ഒരു സംശയവും വേണ്ട. കോൺഗ്രസിനെ സംബന്ധിച്ച് എത്ര ദുർബലനായ സ്ഥാനാർത്ഥി നിർത്തിയാൽ പോലും പി ജയരാജനോടൊപ്പം ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മുല്ലപ്പള്ളി മത്സരിക്കാൻ സാധ്യതയുണ്ടോ? അപർണയ്ക്ക് എന്ത് തോന്നുന്നു? അപർണയ്ക്ക് എന്ത് തോന്നുന്നു? അത് മാധ്യമ പ്രവർത്തകർ നമ്മളിവിടെ നിന്ന് ഗസ് വർക്ക് ഉത്തരവാദിത്വപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയിൽ, KPCയുടെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്കിപ്പോ അത് പറയാൻ സാധ്യമല്ല. അത് പാർട്ടി ഫോറത്തിലാണ് ചർച്ച ചെയ്യേണ്ടത്. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഉത്തരവാദിത്വമുള്ള എനിക്ക് അതേ പറയാൻ കഴിയൂ. അദ്ദേഹത്തെ പോലെ ശക്തനായ ഒരു കാൻഡിഡേറ്റിനെ തന്നെ പ്രതീക്ഷിക്കാം. ആ ഉറപ്പുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 20 സ്ഥാനാർത്ഥികൾ ശക്തരായിരിക്കും എന്നുള്ള തർക്കവും വേണ്ട. ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കോലീബി സഖ്യം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് RMP UDFനെ പിന്തുണച്ചാൽ അത് കോലീബി ആകുന്നത് എങ്ങനെയാണ് അപർണ? അപ്പോൾ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. കോലീബി സഖ്യമല്ല. ഇവിടെ ഇന്നലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്നലെ കാസർഗോഡ് നിങ്ങൾ പത്രങ്ങളെല്ലാം വായിച്ചാണ് കേരള ബാങ്കുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നബാർഡ് പറഞ്ഞിരിക്കുന്നത് 2/3 മെജോറിറ്റിയോട് എല്ലാ ജില്ലാ സഹകരണ ബാങ്കുകളും പാസ്സാക്കണമെന്നാണ്. പലയിടത്തും കഴിഞ്ഞിട്ടില്ല. സിമ്പിൾ മെജോറിറ്റി മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ കാസർഗോഡ് പോലും അതിന്റെ തെരഞ്ഞെടുപ്പിൽ പോലും ഈ പറയുന്ന RSSന്റെ BJPയുടെ ആളുകൾ വിട്ടുനിന്നു. എന്തിനു വേണ്ടിയാണ്? LDFനെ സഹായിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെയാണ് നമ്മൾ കാണേണ്ടത് എവിടെയൊക്കെയാണ് സഖ്യങ്ങൾ, എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന്. ഇന്നലെ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇതിന് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ സ്വാധീനമുണ്ടായിരുന്ന BJPക്കാർ മുഴുവൻ അംഗങ്ങളും അവർ വിട്ടുനിന്നു. അവർ LDFനെ സഹായിക്കുന്ന നിലപാടെടുത്തു. അപ്പോൾ എവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്തത്? അത് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഞങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും. ഞങ്ങൾ 20 സീറ്റ് നേടിയെടുക്കുവാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ പറയുന്നത് പോലെ വീണ്ടും ആവർത്തിക്കുന്നു, പി ജയരാജനെ പോലെ സ്ഥാനാർത്ഥികളൊന്നും നിർത്തി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എളിഭരാകാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തും. അദ്ദേഹം പറഞ്ഞ് സമ്മതിക്കുന്നു. CPM നേതാക്കന്മാർക്ക്, CPM പ്രവർത്തകർക്കും അദ്ദേഹം ആവശ്യമുള്ള നേതാവാകാം. പക്ഷേ പൊതുജനങ്ങളെ സംബന്ധിച്ച് പാർലമെന്റിലേക്ക് അയക്കുമ്പോൾ എത്ര കേസിൽ പ്രതിയായിട്ടുണ്ട്, എന്തെല്ലാം ക്രിമിനൽ തരം കാണിച്ചിട്ടുണ്ട്, ഏതിനെല്ലാം ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നുള്ള നോക്കിയിട്ടല്ല. അവിടെ പാർലമെന്റിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന കർമ്മശേഷിയുള്ള നേതാക്കന്മാരെയാണ് ആവശ്യം. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അവർ അതിനോടൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട. തീർച്ചയായും ഞങ്ങൾക്ക് ഈ 20 സീറ്റിലും ജയിക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ ഞങ്ങൾക്ക് ഏറെക്കുറെ ഉന്നതരായ ഒന്നാം നിര നേതാക്കളെ ഇറക്കി കളം പിടിക്കാൻ ഒരുങ്ങുകയാണ് രാഷ്ട്രീയ പാർട്ടി. ശ്രീമതി OM ശാലീന, ആരോപണങ്ങളിൽ നിന്നും വിവാദപരമായ കേസുകളിൽ നിന്നും, ക്രിമിനൽ കേസുകളിൽ നിന്നും മുക്തമായ ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരിക്കുമോ ഇന്ത്യയുടേത്? സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോൾ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവരുത് എന്നുള്ളൊരു നിയമം നമ്മുടെ നാട്ടിലില്ല. അപ്പം അതുകൊണ്ട് മുക്തമായിട്ടുള്ളതാവുമോ എന്നൊന്നും പറയാൻ ഇപ്പം സാധിക്കില്ല. മറ്റൊന്ന്, നമ്മളിപ്പം BJP നേതാക്കന്മാരുടെ പേരിലുള്ള കേസുകൾ എന്നൊക്കെ പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ശ്രീ K സുരേന്ദ്രൻ്റെ പേരിലൊക്കെ ചാർജ് ചെയ്ത കേസുകൾ അത് ജനങ്ങൾ നേരിട്ട് കണ്ടതാണ് എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ള കേസുകളാണ് ചാർജ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ കേസുകളിൽ അക്യൂസ്ഡ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ പി ജയരാജനെ പോലെ ഒരാളെ പോലെയുള്ള തനി ക്രിമിനലുകളെ എന്തായാലും BJPയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമായാലും അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളിപ്പം വിജയ സാധ്യതയായിട്ട് ഞങ്ങൾ കാണുന്ന മറ്റ് A ക്ലാസ് മണ്ഡലങ്ങൾ, ആ A ക്ലാസ് മണ്ഡലങ്ങളിലും ഒക്കെ തന്നെ ഞങ്ങൾ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ നിർത്തുന്നത്. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ വലിയ മുന്നേറ്റം നേടിക്കൊടുക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ആ പോരാട്ടത്തിന് പറ്റിയ സ്ഥാനാർത്ഥികളെ ആണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ പ്രഖ്യാപനം വരാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആരൊക്കെ എവിടെയാണെന്നൊന്നും പറയാൻ ഇപ്പം നമുക്ക് സാധിക്കില്ല.
ഏതായാലും കുമ്മനത്തിന്റെ തിരിച്ചുവരവ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് നൽകുന്നത്. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം ശ്രദ്ധ ചെലുത്തി, എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ എന്ന് തീരുമാനിക്കുന്നത്, വളരെ കാര്യക്ഷമമായി തിരഞ്ഞെടുത്ത് ജനങ്ങളുടെ അഭിപ്രായങ്ങളും ഈ പ്രാവശ്യത്തെ മറ്റ് വിഷയങ്ങളിൽ ആ വിഷയങ്ങളിലുള്ള ജനങ്ങളുടെ വികാരവും എന്താണെന്ന് മനസ്സിലാക്കി തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും BJPയുടെ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ നിൽക്കുന്നതോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് കേരളത്തിൽ തുടങ്ങാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് 2019 നടക്കാൻ പോകുന്നത്. അതിന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ശ്രീമതി OM ശാലിന, വനിതാ ദിനമായുണ്ട്, ഇതൊന്ന് ചോദിച്ചു പറഞ്ഞു പോകട്ടെ, കാരണം പട്ടിക കൃത്യമായിട്ടില്ല, ഗസ് വർക്ക് അവിടെ നിൽക്കട്ടെ. വനിതാ പ്രാതിനിധ്യം എത്ര പ്രതീക്ഷിക്കാം ഇന്ത്യയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ? വനിതാ പ്രാതിനിധ്യം എല്ലാ പ്രാവശ്യവും ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ പ്രാവശ്യവും ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, സഖ്യ സാധ്യതകൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തള്ളിക്കളയട്ടെ രാഷ്ട്രീയ പാർട്ടികൾ, തെരഞ്ഞെടുപ്പിന് ശേഷം അത് വ്യക്തമാകട്ടെ. നേരത്തെ ശ്രീ ജ്യോതികുമാർ ശാമക്കാല ചോദിച്ച പോലെ വടകരയിലേക്ക് അടക്കം ഒന്ന് പോയി വരികയാണെങ്കിൽ കോൺഗ്രസ് RMP ഒരുപക്ഷെ BJPയുടെ ദുർബലനായ സ്ഥാനാർത്ഥി, ഇടതുപക്ഷം വിയർക്കാനുള്ള സാധ്യത എത്രത്തോളം? അല്ല, തീർച്ചയായിട്ടും BJPക്ക് അതിൻ്റെതായ ഒരു കണക്കുകൂട്ടലുണ്ടാവും. ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുക എന്നതുപോലെ തന്നെ പരമപ്രധാനമാണ്. BJPക്ക് എന്നല്ല ഏത് പാർട്ടിക്കും അവരുടെ പ്രധാനപ്പെട്ട ശത്രു പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ സ്വീകരിക്കും. അതൊരു നേരത്തെ അപർണ തന്നെ മുന്നോട്ട് വെച്ച കോലി സഖ്യം, അതൊക്കെ കേരളത്തിൽ വളരെയധികം കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും അപഹസിക്കപ്പെടുകയും ചെയ്ത ഒരു വിഷയം കൂടിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. പിന്നെ P ജയരാജനെ കുറിച്ച് ജ്യോതികുമാർ ചാമക്കാല വളരെ നിയന്ത്രണം വിട്ടു സംസാരിച്ചു. പക്ഷേ P ജയരാജൻ ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഒരു പ്രബലനായ സ്ഥാനാർത്ഥി തന്നെയാണ്. ഇത് കണ്ണൂരാണ്, വടകരയാണ്. വടകരയിലെ രാഷ്ട്രീയമായി പൊളിറ്റിക്കൽ ഇക്വേഷൻസ് നോക്കണം. അവിടെ P ജയരാജൻ്റെ പ്രസക്തിയെ നമുക്ക് അത്ര പെട്ടെന്ന് എഴുതിത്തള്ളാനാവില്ല എന്നതൊരു പ്രത്യേക കാര്യം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയമില്ല. തന്നെയല്ല, കേരളത്തിൽ CPM മുന്നോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ, പത്തനംതിട്ടയിൽ വീണ ജോർജ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ, അവർക്കൊക്കെയും ഒരു വലിയ ഒരു വിന്നബിലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും കുറച്ചും കൂടെ നല്ല മികവുള്ള സ്ഥാനാർത്ഥികൾ, ഞാൻ രാഷ്ട്രീയമായിട്ട് മാത്രമേ അതിനെ കാണുന്നുള്ളൂ, രാഷ്ട്രീയമായിട്ട് മാത്രമേ ഞാനത് പറയുന്നുള്ളൂ. കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയെ വരെ രംഗത്തിറക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അത് ആ രീതിയിൽ ചർച്ചകൾ വരുന്നത്. മുല്ലപ്പള്ളി അവിടെ മത്സരിക്കണം, വടകരയിൽ തന്നെ മത്സരിക്കണം എന്ന രീതിയിൽ ചർച്ച നടക്കുന്നത്. CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രത്യേകിച്ച് CPMൻ്റെ സ്ഥാനാർത്ഥികളുടെ ഒരു മേൽക്കോയ്മ കണ്ടിട്ട് തന്നെയാണ് എന്നും കൂടി പറയേണ്ടതുണ്ട്. അപർണ, ശ്രീ PM മനോജ്, ജനറലൈസ് ആയിട്ട് ചോദിക്കുമ്പോൾ ഓരോ മണ്ഡലങ്ങളിലേക്ക് പോകാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടുകൂടി നേരത്തെ ഘടകകക്ഷികളുടെ സീറ്റ് തർക്കങ്ങൾ ഒരു വശത്ത്, ഇതെല്ലാം കൊണ്ട് UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്തുകൊണ്ട് വൈകുന്നു എന്ന് ആവർത്തി ചോദിക്കേണ്ടി വരുമ്പോൾ ആ ചോദ്യം ഇടതുമുന്നോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. നേരത്തെ തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിരിക്കുന്നു. പക്ഷേ പ്രതിഷേധം പരസ്യമായി ഘടകകക്ഷികളിൽ നിന്ന് പലതവണ വന്നു കഴിഞ്ഞു. മാധ്യമങ്ങളുടെ മുന്നിൽ തന്നെ കൂടുതൽ പാർട്ടികളെ ഉൾപ്പെടുത്തി മുന്നണി വിപുലീകരിക്കുക, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ പ്രാതിനിധ്യം 0 ലെവലിൽ ആക്കുക. ആദ്യമായിട്ടാണ് CPMഉം CPIയും സീറ്റുകൾ പങ്കിട്ട് ഇങ്ങനെ എടുക്കുന്നത്. കളിക്കാൻ ഈ രണ്ട് പാർട്ടികളും മറ്റ് എല്ലാ ഘടകകക്ഷികളും ഗാലറിയിൽ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതുന്നത് എന്ത് കാവ്യ നീതിയാണ് ശ്രീ PM മനോജ്? അങ്ങനെയൊന്നുമല്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഒറ്റക്കെട്ടാണ്. ഇപ്പോൾ കോൺഗ്രസ് വടകരയിൽ P ജയരാജനെതിരെ കോൺഗ്രസിന് സ്വന്തമായിട്ട് സ്ഥാനാർത്ഥി നിർത്താൻ ധൈര്യമില്ല. അവരിപ്പോൾ രത്നസിംഗിൻ്റെ പ്രേതത്തെ തേടുകയാണ്. അതായത് ഈ കോലി B എന്ന് പറയുന്നത് അതിനേക്കാൾ എക്സ്റ്റൻഡഡ് ആയിട്ട് പിന്നെ ഒരു RMP കൂടിയുണ്ട്. ഇവരുടെ എല്ലാവരും കൂടെ സംയുക്ത സ്ഥാനാർത്ഥിയെ അതൊരു പ്രതീകമാണ്. ഈ സംയുക്ത സ്ഥാനാർത്ഥിയെ തേടുന്നത് ഒരു പ്രതീകാത്മകമായ കാര്യമാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യത്തിന് വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. ഇവിടെ 10 പാർട്ടികളുടെ മുന്നണിയാണ്. ഈ 10 പാർട്ടികളും കൃത്യമായി ലോക്സഭയിൽ പ്രാതിനിധ്യം പ്രതീക്ഷിച്ച് വരുന്ന പാർട്ടികളൊന്നുമല്ല. ഈ മുന്നണി വിജയസാധ്യതയാണ് LDFൻ്റെ ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ടാണ് 6 MLAമാരെ മത്സരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 2 ജില്ലാ സെക്രട്ടറിമാരെ മത്സരിക്കുന്നതെന്ന് വാർത്ത വന്നത്. ശരിയാണെന്ന് നാളെയല്ലേ തെളിയൂ. എന്തായാലും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ അണിനിരത്തി ഇത്തവണ 2004 ആവർത്തിക്കുക. 2004 വാജ്പേയി ഭരണമായിരുന്നു. അന്ന് പിന്നെ കേരളത്തിൽ എന്താ പറഞ്ഞത്, നിങ്ങളെന്തിനാ മത്സരിക്കുന്നതൊക്കെ LDFിനോട് ചോദിച്ചു ആളുകൾ. അവിടെ കോൺഗ്രസ് അല്ലേ ഇത്. പക്ഷേ അന്ന് കേരളം ഒന്നടങ്കം വിധി എഴുതി ഇടതുപക്ഷമാണ് അങ്ങോട്ട് പോകേണ്ടത്. അതിൻ്റെ ഫലമാണ് ഒന്നാം UPA ഗവൺമെൻറ്റും അതിൻ്റെ നടപടികളും. അതിൻ്റെ ജനോപകാരപ്രദമായ നടപടികൾ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്.
അതിൻ്റെ ഒരു വലിയ ആവർത്തനമാണ് ഇത്തവണ വരാൻ പോകുന്നത്. അതേ സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തർക്കങ്ങളൊക്കെ ഒഴിവാക്കി എല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ നാളെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ ശരിയാണെങ്കിൽ, ഈ വാർത്തകളൊന്നും ആരും നിഷേധിച്ചിട്ടില്ലല്ലോ, വാർത്തകൾ ശരിയാണെങ്കിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. മറ്റിടത്ത് സീറ്റ് വിഭജനമായില്ല, സ്ഥാനാർത്ഥിത്വമായില്ല എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട നേതാക്കൾ പ്രഖ്യാപിക്കുകയാണ് ഞാൻ ഇവിടെ മത്സരിക്കും, ഞാൻ എന്തായാലും മത്സരിക്കും എന്ന്. ആരാ? PJ ജോസഫാ പ്രഖ്യാപിച്ചത്. അത് UDFിൻ്റെ കാര്യം. ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല. ഇന്ന് ഞാൻ UDFിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കണ്ടു. എവിടെയാണ് മത്സരിക്കുന്നത്? MLA ഹൗസിൽ തിരിഞ്ഞ് കളിക്കുകയാണെന്ന് ചോദിച്ചു. എവിടെയാണ് മത്സരിക്കുന്നത്? ഒരു രൂപവും ഇല്ല. ഇനി അഥവാ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇല്ലെങ്കിൽ വേറെ ആൾക്ക് പോയി വോട്ട് പിടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ നേതാവ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അനിശ്ചിതത്വത്തിലാണ് UDF. ആ അനിശ്ചിതത്വം എന്തുകൊണ്ടാണ്? അത് അവരുടെ ഇപ്പോൾ പെട്ടെന്ന് വന്ന ദൗർബല്യം കൊണ്ടല്ല, രാഷ്ട്രീയ ദൗർബല്യമാണ്, ശിഥിലമാണ് ആ മുന്നണി. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന് സ്വന്തമായൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് ഈ ജ്യോതികുമാർ ചാമക്കാലയുള്ള പോലെയുള്ള ആളുകൾക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ വടകരയിൽ വരുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഘടകകക്ഷികളെ ഗ്യാലറിയിൽ ഇരുത്തിയാൽ മതി എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് CPM-ഉം CPI-യും. പക്ഷേ വിജയസാധ്യതയുള്ള സീറ്റുകളാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ കാവ്യനീതി ഉണ്ട് എന്ന് തന്നെ PM മനോജ് പറയുകയും ചെയ്യുന്നു. അതേസമയം LDF-ൽ ചെക്കറിട്ട് എന്ത് കിട്ടിയെന്ന് ജനതാദൾ പ്രവർത്തകർ ആലോചിക്കണമെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി വീരേന്ദ്രകുമാർ എന്ന് പറഞ്ഞത് UDF സീറ്റ് തന്നു, പക്ഷേ നല്ല ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചും തന്നു എന്നുള്ള ഒരു പരിഹാസമായിരുന്നു. അങ്ങനെ തോൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയച്ചിട്ടുണ്ട്. അതെന്താ അദ്ദേഹം പറയാതെ പോയത്? അതുകൂടെ പറയണമായിരുന്നല്ലോ. അദ്ദേഹം അത് പറഞ്ഞില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹവും ഉൾപ്പെടെയുള്ളവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വടകരയിൽ ഉൾപ്പെടെ, കോഴിക്കോട് ഉൾപ്പെടെ, വയനാട് ഉൾപ്പെടെ എങ്ങനെ പ്രതികരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. അവരെ വിളിച്ചുകൊണ്ടുപോയി ഇവിടുന്ന് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയെന്നല്ലാതെ ഈ പറയുന്ന എല്ലാ ആളുകളെയും വിളിച്ചുകൊണ്ട് പോയി അവിടെ ഇരുത്തിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഇരുന്നുള്ളൂ, കൂടുതൽ വെള്ളം ഉണ്ടാക്കി ഏതെങ്കിലും ഒരു ബോർഡ് തരും എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് PM മനോജിന് ഒരു ആശങ്കയും വേണ്ട. ഞങ്ങൾക്ക് കൃത്യമായി സ്ഥാനാർത്ഥിയെ നിയന്ത്രിക്കാനും നിർണ്ണയിക്കാനുള്ള അവകാശമുണ്ട്. അത് ജനാധിപത്യ രീതിയിലാണ് ചെയ്യാറുള്ളത്, ചെയ്തിട്ടുമുണ്ട്, ചെയ്യുകയും ചെയ്യും. നിങ്ങളിത് പറയുമ്പോഴും നിങ്ങൾ 2004 കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾ 2014 കാര്യം എടുത്തു നോക്കൂ. അന്ന് ഞങ്ങൾ ഇവിടെ സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ ആന്റി ഇൻകംബൻസി ഉണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോൾ പോലും ഞങ്ങൾക്ക് 12 സീറ്റിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? 2009 ഞങ്ങൾ 16 സീറ്റിൽ ജയിച്ചില്ലേ? നിങ്ങൾ കാസർഗോഡും പാലക്കാടും ആലത്തൂരും ആറ്റിങ്ങലും മാത്രമല്ലേ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഇവിടെ UDFിനെ സംബന്ധിച്ച് ഒരു സംശയവും വേണ്ട. UDF തിളക്കമാർന്ന വിജയം നേടും. ഞങ്ങൾക്ക് കൃത്യമായ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. വടകരയിൽ ഉൾപ്പെടെ UDFിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടാകും, UDFിന് സ്ഥാനാർത്ഥി ഉണ്ടാകും. UDFിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് വരെ അത് സ്ഥാനാർത്ഥികൾക്ക് ആർക്കും ഞാൻ പോലും പറയുന്നല്ലോ ഇതിനടുത്ത് ഇന്നയാളാവും സ്ഥാനാർത്ഥി എന്ന്. അത് പറയുന്നത് ജനാധിപത്യപരമല്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിങ്ങളുടെ കണക്ക് ഡിക്റ്റേറ്റർഷിപ്പ് അല്ല. ഇന്നലെ ഞാൻ കേട്ടതല്ലേ, നമ്മൾ ഉൾപ്പെടെ കേട്ടതല്ലേ, നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ കാണിച്ചതല്ലേ, സംസ്ഥാന സമിതിയിൽ പറയുന്നു ആ ചാലക്കുടിയിൽ ഇന്നയാളെ നിർത്തിയേക്കൊള്ളാം, ഇന്നസെന്റ് ജയിക്കില്ല, P രാജീവിനെ നിർത്തുന്നതാണ് നല്ലത്. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം ഇതാണ്, നേതൃത്വത്തിന്റെ തീരുമാനം ഇതാണ്, വേണമെങ്കിൽ അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞ രീതിയിലേക്കാണ് CPM പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിൽ സ്വാഭാവികമായും BJP ഇതര സർക്കാർ വരണമെങ്കിൽ അതിനൊരു ബദൽ പ്രതിപക്ഷമാകാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് കോൺഗ്രസിനെ കഴിയൂ എന്ന് ബോധ്യമായിട്ടുണ്ട്. LDFിനെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥ സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ, വോട്ടർമാർ കൃത്യമായും UDFിനോടൊപ്പം ഉണ്ടാകുമെന്ന് അടിയുറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. രാഷ്ട്രീയ സാഹചര്യം പരിപൂർണമായും UDFിന് അനുകൂലമാണ്. ഞങ്ങൾക്ക് വൻ ഭൂരിപക്ഷത്തോടുകൂടി ഈ സീറ്റുകളെല്ലാം പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന വിശ്വാസം ഞങ്ങൾക്ക് അമിതമായി ഉണ്ട്. ഞങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അടിസ്ഥാനപരമായ കാരണങ്ങളുമുണ്ട്. പിന്നെ ഈ പറയുന്ന കോലീബി സഖ്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ 77 കൂത്തുപറമ്പിൽ ഉൾപ്പെടെ മത്സരിച്ചിട്ടുള്ളത് BJPയുടെ പിന്തുണയോടെയല്ലേ? നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുമോ? ഏതെല്ലാം സാഹചര്യങ്ങൾ നിങ്ങൾ അങ്ങനെ മത്സരിച്ചിട്ടുണ്ട്? അപ്പുറത്ത് KG മാരാർ മത്സരിക്കുമ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ മത്സരിച്ചിട്ടില്ലേ? എത്ര സാഹചര്യങ്ങൾ അങ്ങോട്ടും ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തെ സംബന്ധിച്ച് BJP ദേശീയ തലത്തിൽ മത്സരിക്കുമ്പോൾ, അവരുടെ ഭരണത്തിലിരിക്കുമ്പോൾ, അവർ വീണ്ടും ഭരണം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ പരാജയപ്പെടുത്തണം എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ആന്റി ഇൻകംബൻസി ഉൾപ്പെടെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കാൻ സാധ്യതയുള്ളത് BJPയുമായി ചേർന്നുകൊണ്ട് എന്തായാലും കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാതിരിക്കുവാൻ വേണ്ടിയുള്ള കള്ളക്കളികൾ നിങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അത് വരും ദിവസങ്ങൾ ബോധ്യമാകും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ എക്സാമ്പിളാണ് ഞാൻ ഇന്നലെ കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ നടന്നതായി കാണുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് 1-2 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കൃത്യമായ പിക്ചർ പുറത്തു വരും. എനിക്കും അപർണയ്ക്കും മനോജിനും അതുപോലെ ജേക്കബ് ജോർജ് സാറിനും ഉൾപ്പെടെ അറിയാവുന്നതുപോലെ ഏകദേശം ധാരണയായിട്ടുണ്ട്. ഞങ്ങളുടെ നടപടിക്രമങ്ങൾ അവശേഷിക്കുന്നുണ്ട്.
കൊടുത്ത് ആ നടപടിക്രമങ്ങൾ 1-2 ദിവസം കൊണ്ട് പൂർത്തിയാകും. ആ നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ തീർച്ചയായും ശ്രീ ഉമ്മൻചാണ്ടി സാർ എന്താ മത്സരിച്ച കുഴപ്പമൊന്നേ? ശ്രീ ജേക്കബ് ജോർജ് സാറിന് എന്താ സംശയം? ശ്രീ ജേക്കബ് ജോർജ്, എനിക്ക് തോന്നുന്നു ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറയുന്ന പോലെ കുറച്ചുകൂടെ ജനാധിപത്യപരമായ ഒരു ചർച്ച UDF-നകത്താണോ നടക്കുന്നത്? നേരത്തെ ശ്രീ PM മനോജിന് ചോദിച്ച ചോദ്യം പോലെ ഒരു കാവ്യനീതിക്ക് ഒരല്പം കുറവ് സംഭവിക്കുന്നു ഇടതുമുന്നണിയിൽ. ആദ്യമായിട്ട് CPM-ഉം CPI-യും സീറ്റുകൾ പങ്കിട്ടെടുക്കുന്നു. മറ്റുള്ള 8 പാർട്ടികൾ ഗാലറിയിൽ ഇരുന്നാൽ മതി എന്ന് ഒറ്റയടിക്ക് അങ്ങ് തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അത് വിജയസാധ്യത മുൻകൂട്ടി കണ്ടിട്ടാണ് ശ്രീ PM മനോജ് അതിനകത്ത് തെറ്റുണ്ടെന്ന് പറയുന്നുമില്ല. അല്ല, ഈ കേരളത്തിലെ മുന്നണികളെ 2 പ്രബല മുന്നണികളെ UDF-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ്. ആ മുന്നണിക്കകത്ത് ആ മുന്നണിയുടേതായ ഒരു സംസ്കാരം ഉണ്ടല്ലോ. ആ സംസ്കാരം അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ കോൺഗ്രസിലെ യുവാക്കൾക്കുള്ള ഒരു പരാതി അത് ഇന്നലെ തുടങ്ങിയതല്ല. ഈ 70കളിലൊക്കെ ജയിച്ച MLA ആയി MP-മാരൊക്കെ ആയവർ ഇപ്പോഴും കോൺഗ്രസിൻ്റെ അകത്ത് അധികാരങ്ങളിൽ സ്ഥാനമാനങ്ങളിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. അതാണ് കോൺഗ്രസിൻ്റെ സംഘടനാപരമായ പ്രശ്നം. പുതിയ തലമുറയ്ക്ക് അങ്ങോട്ട് വളരാൻ കഴിയുന്നില്ല. ഇപ്പം തന്നെ നോക്ക്, ആറ്റിങ്ങൽ പോലെയുള്ള ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ ഒരു പ്രഗത്ഭനായ ഒരു നേതാവിനെ, ഒരു പുതിയ നേതാവിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന പ്രശ്നമുണ്ട്. ഞാനത് ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു 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 ആഭ്യന്തര പ്രശ്നമായിട്ടാണ്. അതൊരു കോൺഗ്രസ് പാർട്ടിക്കകത്തെ ഒരു സംഘടനാ പ്രശ്നമായിട്ടാണ്. അത് യുവാക്കളുടെ ഒരു ആവലാതിയായിട്ടാണ്. അത് അവർ തന്നെ പരസ്യമായിട്ട് പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യം കൂടിയാണ്. ശരിക്കും ഓരോ തെരഞ്ഞെടുപ്പിലും, എന്നാൽ അതിന് മറുവശത്ത് CPM ആവട്ടെ, രാജ്യസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും പുതിയ ആൾക്കാരെ, പുതിയ തലമുറയിലെ ആൾക്കാരെ രംഗത്തിറക്കിക്കൊണ്ടിരിക്കുന്നു. സാർ, അതിനകത്ത് ഞാൻ ഇടപെടേണ്ടി വരുന്നു. അസംബ്ലിയിൽ അങ്ങ് നോക്കണം, എത്ര ചെറുപ്പക്കാരായ MLA-മാരെ കോൺഗ്രസിന്റെ ക്യാമ്പിൽ കാണിക്കാൻ കഴിയും? പ്രതിപക്ഷത്തായിട്ട് പോലും ഈ 42 പേരിൽ ഏറ്റവും കുറഞ്ഞ നമ്പർ ഉണ്ടായിട്ട് പോലും ഞങ്ങളുടെ ഷാഫി, എൽദോസ് കുന്നപ്പള്ളി, അൻവർ സാദത്ത്, അല്ലല്ല, താങ്കളോട് ചോദിച്ചല്ലോ. ഞാൻ എന്റെ പാർട്ടിയെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞാൽ എതിരഭിപ്രായം പറഞ്ഞാൽ ഞാനല്ലേ തിരുത്തേണ്ടത്? താങ്കൾക്ക് താങ്കൾ ആഗ്രഹമായിരിക്കും. മനോജ് ആഗ്രഹം ശ്രമിക്കണ്ട, അതങ്ങ് മനോജ് മനോജ് ആഗ്രഹം ശ്രമിക്കണ്ട. ഞാൻ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നിങ്ങൾ നിർത്ത്. അത് അപർണ നിയന്ത്രിച്ചോളും. കൈരളിയല്ലത്. ത്തിലേക്ക് പോയി എന്ന് കരുതുന്നു. അതിനൊരു സമയപരിമിതി വന്നിരിക്കുന്നു. ശ്രീ ജേക്കബ് ജോർജ് അത് പറഞ്ഞ് എനിക്ക് ഇടപെടേണ്ടി വരുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അതോടൊപ്പം തന്നെ ശ്രീ PM മനോജ്. കാരണം ചർച്ചയുടെ സമയപരിധി തീർന്നതുകൊണ്ടുകൂടി തെരഞ്ഞെടുപ്പിന് മുതിർന്ന നേതാക്കൾ എത്തിയാൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നൊരു ചോദ്യമായിരുന്നു നമ്മൾ ചോദിച്ചത്. 58% പ്രേക്ഷകർ ആകും എന്നും 42% അല്ല എന്നും പറഞ്ഞിരിക്കുന്നു. ഏതായാലും കളം തെളിഞ്ഞു വരികയാണ്. UDF-ന്റെയും NDA-യുടെയും പോരാളികൾ ആരെല്ലാമാണ് എന്ന് വരും ദിവസങ്ങൾ തന്നെ അറിയാം. അംഗം മുറുകാൻ തുടങ്ങുന്നതേയുള്ളൂ. വളരെയധികം നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ PM മനോജ്, OM ശാലിന, അതോടൊപ്പം തന്നെ ശ്രീ ജേക്കബ് ജോർജ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. പൂർണ്ണമാകുന്നു പ്രൈം ഡിബേറ്റ്. നമസ്കാരം.